തിരുവല്ലയിലെ ആ ജനസാഗരത്തെ സാക്ഷി നിർത്തി ലോകം കണ്ട ഏറ്റവും കരുത്തനായ ജനനേതാവ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നു LDF സർക്കാരിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു എന്ന്. ഇതൊരു വെറും തിരഞ്ഞെടുപ്പ് പ്രസംഗമല്ല. ഇത് 140 കോടി ജനങ്ങളുടെ പ്രതീക്ഷയായ ഒരു ഭരണാധികാരി കേരളത്തിലെ ഓരോ വോട്ടർക്കും നൽകുന്ന മോദി ഗ്യാരണ്ടിയാണ്. ന്യൂനപക്ഷ സ്വാധീന മേഖലയിൽ മോദിക്ക് ലഭിച്ച സ്വീകരണം കണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ ഞെട്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് മോദി കേരളത്തിൽ വികസനം തിരുവല്ലയിൽ നിന്ന് തുടങ്ങുമെന്ന് പറഞ്ഞത്? അനൂപ് ആന്റണിയും മോദിയും തമ്മിലുള്ള ആ രഹസ്യ നീക്കം എന്താണ്? കേരളത്തിന് കേന്ദ്രം നൽകിയ 5 ഇരട്ടി പണത്തിന്റെ കണക്കുകൾ എവിടെ? കേരളം കാണാനിരിക്കുന്ന ആ വലിയ വിപ്ലവത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്ക് പോകാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ അതെപ്പോഴും വലിയ വാർത്തയാണ്. എന്നാൽ ഇത്തവണ പത്തനംതിട്ടയിലെ തിരുവല്ലയിൽ നമ്മൾ കണ്ടത് വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ സൂചനയായിരുന്നു. ശബരിമല അയ്യപ്പന്റെ പുണ്യഭൂമിയിലേക്ക് അദ്ദേഹം എത്തിയത് വെറുമൊരു രാഷ്ട്രീയ നേതാവായിട്ടല്ല, മറിച്ച് കേരളത്തിന്റെ തനിമയെ നെഞ്ചേറ്റുന്ന ഒരു ഭാരതീയനായിട്ടാണ്. പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന് മലയാളത്തിൽ അദ്ദേഹം അഭിസംബോധന ചെയ്തപ്പോൾ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം ആവേശം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. സ്വാമി അയ്യപ്പനെ പ്രണമിച്ചുകൊണ്ട് തുടങ്ങിയ ആ പ്രസംഗം കേരളത്തിന്റെ വികസന മുരടിപ്പിനെതിരെയുള്ള ശക്തമായ താക്കീതായിരുന്നു. നമ്മൾ കണ്ട ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ച BJP കോട്ടയം ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിന് നൽകിയ സമ്മാനമാണ്. ക്രിസ്തുവിന്റെ തിരുരൂപമാണ് അവർ മോദിക്ക് നൽകിയത്. ന്യൂനപക്ഷങ്ങളെ BJPയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ എതിരാളികൾക്കുള്ള കനത്ത പ്രഹരമായിരുന്നു ആ ദൃശ്യം. കൂടാതെ പടയണിയുടെ തപ്പ് കെട്ടി മോദി പ്രവർത്തകർക്ക് ആവേശത്തിലാഴ്ത്തിയത് കേരളത്തിന്റെ കലയോടുള്ള അദ്ദേഹത്തിന്റെ ബഹുമാനമായിട്ടാണ് കാണിക്കുന്നത്. തിരുവല്ലയിലെ NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണിയെ കുറിച്ച് മോദി പറഞ്ഞ വാക്കുകൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നു. അനൂപ് കഴിഞ്ഞ 5 വർഷമായി എനിക്ക് വേണ്ടി ദില്ലിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. എന്റെ വലം കൈയായി അനൂപ് പ്രവർത്തിക്കുന്നത് നിങ്ങളിൽ പലർക്കും അറിയില്ലായിരിക്കാം. ഇതായിരുന്നു മോദിയുടെ വാക്കുകൾ. പ്രധാനമന്ത്രിയുടെ ഇത്രയും വലിയൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ. ഭാരതം മുഴുവൻ മോദിക്ക് വേണ്ടി സഞ്ചരിച്ച അനുഭവ സമ്പത്തുള്ളൊരു യുവാവ് തിരുവല്ലയുടെ പ്രതിനിധിയായി വന്നാൽ മണ്ഡലത്തിലേക്ക് ഒഴുകിയെത്താൻ പോകുന്നത് കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര പദ്ധതികളായിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തന രീതി കൃത്യമായി അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ കേരളത്തിലെ ഭരണസ്തംഭനത്തിനിടയിലും വികസനം കൊണ്ടുവരാനായി സാധിക്കൂ. കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായി കേരളം ഭരിക്കുന്നത് LDFും UDFുമാണ്. അവർ തമ്മിൽ ദില്ലിയിൽ ചായ കുടിക്കുകയും കേരളത്തിൽ ഗുസ്തി പിടിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് നമ്മൾ കണ്ടത്. ഈ 2 മുന്നണികളും കേരളത്തെ കടക്കണിയിലാഴ്ത്തി. പ്രധാനമന്ത്രി കൃത്യമായി പറഞ്ഞു, കേരളം വികസനത്തിന്റെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഒട്ടേറെ പിന്നിലാണ്. എന്താണ് ഇതിന് കാരണം? കൃത്യമായൊരു വികസന കാഴ്ചപ്പാടില്ലാത്ത ഭരണാധികാരികൾ. ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് പോലെയുള്ള വലിയ സ്ഥാപനങ്ങൾ പോലും അവഗണനയിലാണ്. സാധാരണക്കാരൻ ചികിത്സയ്ക്കും യാത്രാ സൗകര്യങ്ങൾക്കും വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ ഭരണകൂടം ധൂർത്തും അഴിമതിയുമായി മുന്നോട്ട് പോകുന്നു. പലപ്പോഴും കേരളത്തിലെ ഭരണാധികാരികൾ പറയുന്നത് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നാണ്. എന്നാൽ വസ്തുതകൾ പരിശോധിച്ചാൽ മോദി സർക്കാർ കേരളത്തിന് നൽകിയ പരിഗണന ഞെട്ടിക്കുന്നതാണ്. UPA സർക്കാർ കേരളത്തിന് നൽകിയതിനേക്കാൾ 5 ഇരട്ടി പണമാണ് NDA സർക്കാർ ഈ ചെറിയ കാലയളവിൽ നൽകിയത്. ദേശീയപാത വികസനം നോക്കൂ. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന NH-66 വികസനം മോദി സർക്കാർ നേരിട്ട് ഇടപെട്ടാണ് യാഥാർത്ഥ്യമാക്കുന്നത്. ആയിരക്കണക്കിന് കോടി രൂപയാണ് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കേന്ദ്രം നീക്കിവച്ചിരിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അടുത്ത ഘട്ടം, വാട്ടർ മെട്രോ, വന്ദേ ഭാരത് ട്രെയിനുകൾ, കേരളം ഇന്ന് അനുഭവിക്കുന്ന ആധുനിക സൗകര്യങ്ങളെല്ലാം തന്നെ മോദിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ്. ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയാണ്. 5ാമത്തെ സാമ്പത്തിക ശക്തിയായി നമ്മൾ വളർന്നു കഴിഞ്ഞു. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകും. ഈ വലിയ കുതിപ്പിൽ കേരളത്തിന് എന്ത് പങ്കാണുള്ളത്? കേരളത്തിലെ യുവാക്കൾ ജോലി തേടി വിദേശങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ്. ഇവിടെ പുതിയ വ്യവസായങ്ങളൊന്നും വരുന്നില്ല. IT മേഖല മുരടിക്കുന്നു. മോദി വിഭാവനം ചെയ്യുന്ന വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിന് കേരളത്തിന് വലിയ സ്ഥാനമുണ്ട്. വിനോദസഞ്ചാര മേഖലയിൽ കേരളത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ മോദി സർക്കാരിന് പ്ലാനുകളുണ്ട്. തിരുവല്ലയെയും ശബരിമലയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആത്മീയ ടൂറിസം പദ്ധതികൾ മുതൽ യുവാക്കൾക്കുള്ള സ്റ്റാർട്ടപ്പ് പദ്ധതികൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു. ശബരിമല വിശ്വാസികൾക്ക് നേരെ നടന്ന അടിച്ചമർത്തലുകൾ കേരളം മറന്നിട്ടില്ല. ഭക്തരുടെ വികാരങ്ങളെ മാനിക്കാത്ത ഒരു ഭരണകൂടം എങ്ങനെ ജനകീയമാകും? പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ ശബരിമലയെയും സ്വാമി അയ്യപ്പനെയും എടുത്തു പറഞ്ഞത് ഭക്തർക്കുള്ള ഐക്യദാർഢ്യമാണ്. വിശ്വാസങ്ങളെ തകർക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ വികസനത്തിന്റെ രാഷ്ട്രീയമാണ് മോദി മുന്നോട്ട് വെക്കുന്നത്. തിരുവല്ല പോലെയൊരു മണ്ഡലത്തിൽ ക്രൈസ്തവ സഹോദരങ്ങൾ കൂടുതലായിട്ടുള്ള ഇടത്ത് മോദിക്ക് ലഭിച്ച സ്വീകരണം വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. BJP ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്ന കള്ളപ്രചാരണം ഇനി കേരളത്തിൽ
കേരളത്തിൽ വിലപ്പോകില്ല. കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ജാതിയോ മതമോ നോക്കാതെ എല്ലാവരിലും എത്തുന്നുണ്ട്. മുത്തലാഖ് നിരോധനം മുതൽ ക്രൈസ്തവ സഭകളുമായിട്ടുള്ള മോദിയുടെ ചർച്ചകൾ വരെ കാണിക്കുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അഥവാ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന രാഷ്ട്രീയമാണ്. അതാണ് BJPയുടെ രാഷ്ട്രീയം. പ്രധാനമന്ത്രി പറഞ്ഞു, കേരളത്തിൽ ആദ്യമായി ഒരു NDA സർക്കാർ വരാൻ പോവുകയാണ്. ഇത് വെറും ഒരു ആത്മവിശ്വാസമല്ല, മറിച്ച് ജനങ്ങളുടെ നാടിമിടി പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട പ്രചാരണം ഇത്രയേറെ ആവേശം പകരാൻ കാരണം ജനങ്ങൾക്ക് ഭരണമാറ്റത്തിനുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ്. ചങ്ങനാശ്ശേരിയിൽ ഹെലികോപ്റ്റർ ഇറങ്ങി തിരുവല്ലയിലേക്ക് കാറിൽ വരുമ്പോൾ വഴിയോരങ്ങളിൽ കണ്ട ആ വലിയ ജനക്കൂട്ടം മോദിയുടെ വാക്കുകൾ ശരിവെക്കുന്നു. BJP ഇല്ലാത്ത കേരളത്തിൽ പോലും ഇത്രയേറെ വികസനം കേന്ദ്രം നൽകിയെങ്കിൽ ഒരു BJP സർക്കാർ കേരളത്തിൽ വന്നാൽ ഉണ്ടായേക്കാവുന്ന മാറ്റം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മൾ ഒരു നിർണായക ഘട്ടത്തിലാണ്. കടക്കണിയിൽ മുങ്ങിയ അഴിമതി നിറഞ്ഞ ഒരു ഭരണകൂടം വേണോ, അതോ ലോകം ആദരിക്കുന്ന ഒരു ജനനേതാവിന്റെ വികസന കാഴ്ചപ്പാട് വേണോ? അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് റാലിയെ കുറിച്ചല്ല, മറിച്ച് വരും ദശാബ്ദങ്ങളിൽ കേരളം ഏത് ദിശയിലേക്ക് സഞ്ചരിക്കണം എന്നതിനെ കുറിച്ചാണ്. തിരുവല്ലയിലെ ആ സ്റ്റേഡിയത്തിൽ നരേന്ദ്രമോദി തപ്പ് കൊട്ടിയപ്പോൾ മുഴങ്ങിയത് കേരളത്തിന്റെ ഉറങ്ങിക്കിടന്ന വികസന മോഹങ്ങളുടെ ഉണർത്തുപാട്ടാണ്. പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ടുമടുത്ത മാറി മാറി വരുന്ന ഭരണരീതികൾ കൊണ്ട് കേരളത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടായത്? വിദ്യാഭ്യാസത്തിന് ശേഷം നമ്മുടെ മക്കൾക്ക് ഇന്നും അന്യനാടുകളിലേക്ക് ചേക്കേറേണ്ടി വരുന്നു. വികസനത്തിന്റെ പേരിൽ ഇവിടെ ഉയർന്നത് വെറും കോലാഹലങ്ങൾ മാത്രമാണ്. എന്നാൽ മോദി ഗ്യാരണ്ടി എന്നത് വെറും ഒരു വാക്കല്ല, അത് നടപ്പിലാക്കപ്പെട്ട പദ്ധതികളുടെ ഉറപ്പാണ്. തിരുവല്ലയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിക്ക് നൽകിയ ആ ക്രൈസ്തവ രൂപം, അദ്ദേഹം തിരിച്ചു നൽകിയ വികസന വാഗ്ദാനങ്ങളും ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ തുടക്കമാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നവർക്ക് വികസനം കൊണ്ട് മറുപടി നൽകുന്ന രീതിയാണ് മോദിയുടേത്. അനൂപ് ആന്റണിയെ പോലെയുള്ള യുവനേതാക്കളെ മോദി നേരിട്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതിനർത്ഥം തിരുവല്ലയുടെയും പത്തനംതിട്ടയുടെയും ശബ്ദം ഇനി ദില്ലിയിലെ അധികാര സിംഹാസനങ്ങൾക്കിടയിൽ നേരിട്ട് കേൾപ്പിക്കപ്പെടും എന്നാണ്. പ്രധാനമന്ത്രിയുടെ വലങ്കൈയായി പ്രവർത്തിച്ച ഒരാൾ നമ്മുടെ പ്രതിനിധിയായി വരുന്നത് വികസനത്തിന്റെ ഹൈവേ തുറക്കുന്നത് പോലെയാണ്. ഇന്ന് ഭാരതം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. ചന്ദ്രയാൻ തൊട്ട് G20 വരെ, ഡിജിറ്റൽ വിപ്ലവം തൊട്ട് വന്ദേ ഭാരത് വരെ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളിൽ എന്തുകൊണ്ട് കേരളം പൂർണ്ണമായും പങ്കാളിയാകുന്നില്ല? ഭരണകൂടത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് കേന്ദ്ര പദ്ധതികൾ പലതും ഇവിടെ തടയപ്പെടുകയാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ കേന്ദ്രത്തിന്റെ അതേ വേഗതയിൽ പ്രവർത്തിക്കുന്ന ഒരു NDA സർക്കാർ കേരളത്തിനും അനിവാര്യമാണ്. ചിന്തിക്കുക, രാഷ്ട്രീയ അടിമത്തത്തിനപ്പുറം നമ്മുടെ നാടിന്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുക. മോദി തിരുവല്ലയിൽ പറഞ്ഞതുപോലെ ഇടതു സർക്കാരിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് ജനങ്ങളുടെ വിധിയെഴുത്താണ്. ഒരു വോട്ട് വികസനത്തിന് വേണ്ടി, ഒരു വോട്ട് മാറ്റത്തിന് വേണ്ടി, ഒരു വോട്ട് നവകേരള നിർമ്മിതിക്ക് വേണ്ടി. കേരളത്തിന്റെ മണ്ണിൽ മാറ്റത്തിന്റെ വിത്തുകൾ പാകി പ്രധാനമന്ത്രി മടങ്ങുമ്പോൾ അതൊരു വലിയ വിപ്ലവമായി വളർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. എന്തായാലും ഈ കാര്യത്തിൽ നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.